ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രാവിലെ, എല്ലാ ദിവസവും ഇത് പറയുന്നതുകൊണ്ട് ആ പ്രതികരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിനപ്പുറം ഒന്നും എനിക്ക് പറയാനില്ല അക്കാര്യത്തെക്കുറിച്ച്. ഇതെല്ലാം അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാനുള്ള മാർഗങ്ങളാണ്. അതിനെക്കുറിച്ചൊന്നും വേവലാതിപ്പെടേണ്ട. അല്ല ചേച്ചി, അതിനുശേഷം അദ്ദേഹം പ്രതികരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ റൌഡിയാണ് താങ്കൾ. അതെയോ? അങ്ങനെയാവട്ടെ, നിങ്ങൾ അങ്ങനെ ധരിച്ചു. ഞാൻ കഴിഞ്ഞ കുറേ നാളായിട്ട് പൊതുരംഗത്തുള്ള ഒരു പ്രവർത്തകനാണ്. എത്ര വർഷം? 50 വർഷം. കൊച്ചുനാളിലെ വിദ്യാർത്ഥിയായിട്ട് തുടങ്ങിയിട്ട് ഇതുവരെ എത്തി നിൽക്കുന്നു. എന്റെ ട്രാക്ക് റെക്കോർഡ് അറിയുന്നവർക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഇപ്പം പറയണ്ട. നമുക്ക് രാഷ്ട്രീയം വരെ പറയാനുണ്ടോ? അദ്ദേഹത്തിന്റെ അഭിപ്രായം പാർട്ടി പരിഗണിക്കാം. ഞാൻ അദ്ദേഹത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാനാണ് ഈ മീഡിയ സമ്മേളനമെങ്കിൽ ഞാൻ നിർത്തി. ഞാൻ പറഞ്ഞില്ല, അക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. അല്ല, ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. ഒരു ഇപ്പൊ രാവിലെ AK ആന്റണി സാറ് പൊതുവായിട്ട് പറഞ്ഞു വീക്ഷണത്തിന്റെ പരിപാടിയിൽ. അതായത് എല്ലാവർക്കും സ്പേസ് ഉള്ള ഒരു അവസ്ഥയായിരിക്കും കേരളത്തിലെ കോൺഗ്രസിന്റെ ഭരണം, UDFന്റെ ഭരണം വന്നു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കന്മാർക്കും അവരവർക്കൊക്കെ തന്നെ സ്വീകാര്യമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ കൊടുത്തുകൊണ്ട് ആരും വിഷമിക്കേണ്ട കാര്യമില്ലാതെ അതാണ് ഞാനും ആവർത്തിച്ചത്. അതുകൊണ്ട് എല്ലാവർക്കും ഷെയർ ചെയ്തു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവസരങ്ങൾ എല്ലാവരിലേക്കും എത്തുക, ഷെയർ ചെയ്യുക. ഒരാളിലേക്ക് മാത്രം അവസരം നിൽക്കുന്നതിന് പോലെ എല്ലാവരിലേക്കും അവസരം എത്തുക. അതിന്റെ ഒരു പ്രക്രിയ ആയിരിക്കും ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ. അല്ല, ഞങ്ങളെ അത് പാർട്ടി തീരുമാനം അനുസരിച്ച് തന്നെയാണ്. മാനിഫെസ്റ്റോ ഉണ്ടാക്കണം, എന്താണ് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ മനസ്സിലാക്കണം. ഒരു ഭാഗത്ത് പ്രതിപക്ഷ നേതാവിന്റെ യാത്ര നടക്കുന്നുണ്ട്, മറ്റു ഭാഗങ്ങളിൽ രമേശ് ചെന്നിത്തല ഇതുമായി ബന്ധപ്പെട്ടുണ്ട്, ശശി തരൂറിന്റെ പ്രവർത്തനമുണ്ട്, മാനിഫെസ്റ്റോ കമ്മിറ്റി ചെയർമാൻ ബെന്നി ബെഹനാനുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാം കിട്ടുന്ന അവസരങ്ങളിൽ വിവിധ സെക്ടേഴ്സിലെ ആളുകളുമായി ചർച്ച ചെയ്ത് അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എടുക്കും എന്നുള്ളതാണ് കാര്യം. എന്ത് PR? അതിപ്പോൾ അത് സർക്കാരിന് അലോസരം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ വരുമ്പോൾ ഞങ്ങളെക്കുറിച്ച് ഏറ്റവും വലിയ PR-ന്റെ ആളുകളാണ് ഞങ്ങളെ ആക്ഷേപിക്കുന്നത്. PR ഇപ്പോൾ ആർക്കാണ് നടക്കുന്നത് കേരളത്തിൽ എല്ലാവർക്കും അറിയില്ലേ? കേരളത്തിൽ PR കൊണ്ട് ജീവിക്കുന്ന ഒരേ ഒരു കേരളത്തിലെ ഒരാളല്ലേ നമ്മുടെ സാക്ഷാൽ മുഖ്യമന്ത്രി. ജനങ്ങളുടെ നേറുന്ന പ്രശ്നങ്ങൾ പറയുമ്പോൾ ഇപ്പൊ ഇവിടെ നിങ്ങൾ കേട്ടോ, ഗിഗ് വർക്കേഴ്സിന്റെ പ്രശ്നങ്ങൾ കേൾക്കുന്നത് PR ആണോ? ഞങ്ങൾ ഇതെല്ലാം ക്യാമ്പയിനായിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇന്നലെ ഞാൻ വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട് എന്റെ നിയോജക മണ്ഡലത്തിലൊരു വീട്ടിൽ പോയി. അപ്പൊ അവര് പറയുന്നത് കേൾക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. 2016 നമുക്കറിയാം ജീവിത നിലവാരം ഇതിന്റെ പ്രയാസം. 2016 വില നിലവാരവും 2026 വില നിലവാരവും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കണം. നിങ്ങളെല്ലാം സാധനങ്ങൾ വാങ്ങിച്ച് ജീവിക്കുന്നവരല്ലേ വീട്ടില്. 2016 വാങ്ങിച്ചതും 2026 വാങ്ങിച്ചുള്ള സാധന വില ഒന്ന് കമ്പയർ ചെയ്ത് നോക്കണം. ഇതൊരു ഇഷ്യൂ അല്ലേ? ഇലക്ഷൻ ഇഷ്യൂ അല്ലേ? വിലക്കയറ്റം ഒരു ഇലക്ഷൻ ഇഷ്യൂ അല്ലേ? ഇതൊരു ക്യാമ്പയിൻ തന്നെയാണ്. അതിനെക്കുറിച്ച് പറയാം നാടകം ഉണ്ടാക്കുകയാണ്. നാടകത്തിന്റെ കാര്യമൊന്നുമില്ല, ഇത് ക്യാമ്പയിൻ തന്നെയാണ്. ഞാൻ പറഞ്ഞോളൂ, എന്റെ മീഡിയക്കാരിൽ ഉണ്ടായിരുന്നല്ലോ ഇവിടെ. അത് ഏത് വീട്ടമ്മമാരും നിഷേധിക്കട്ടെ, ഞങ്ങൾക്ക് ഇത്ര അരിക്ക് 60 രൂപ ഇല്ല, അല്ലെങ്കിൽ മല്ലിക്ക് വില കൂടുതലില്ല, വെളിച്ചെണ്ണയ്ക്ക് വില കൂടുതലില്ല. അതിന് ഡിബേറ്റ് ആവണം, വിലക്കയറ്റത്തെ കുറിച്ച് ഡിബേറ്റ് ആവണം. നല്ല കാര്യമല്ലേ? സാധാരണക്കാരെ ബാധിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? വിലക്കയറ്റം. ഇവിടെ തൊഴിലില്ലായ്മ, തൊഴിലുള്ളവർക്ക് സുരക്ഷിതത്വമില്ലായ്മ, ഇതൊക്കെയാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് ഡിബേറ്റ് ആകണം തന്നെയാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്, UDF ആഗ്രഹിക്കുന്നത്. ദാറ്റ്സ് ഓൾ. എവിടെ? അല്ല, അവരെന്നെ വിളിച്ചിട്ടുണ്ട്, അവരുടെ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്, അതിന്റെ കൂടെ പോകും. ഇത് ഗിഗ് വർക്കേഴ്സിന്റെ കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് ദേശീയ നയമുണ്ട്. ഇത് വെറുതെ പറയുന്നതല്ല. നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം. കർണാടകത്തിൽ, തെലങ്കാനയിൽ, രാജസ്ഥാനിൽ 3 ഞങ്ങൾ നിയമം ഉണ്ടാക്കി കഴിഞ്ഞു. വെൽഫെയർ ബോർഡുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി നേരിട്ട് ഗിഗ് വർക്കേഴ്സുമായിട്ട് പല ഘട്ടങ്ങളിൽ ആശയവിനിമയം നടത്തി, അവരുടെ കൂടെ യാത്ര ചെയ്ത് അനുഭവങ്ങൾ പങ്കിട്ട് അദ്ദേഹം നേരിട്ട് മനസ്സിലാക്കിയിട്ടാണ് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് ഇത് ചെയ്യണമെന്ന് നിർദ്ദേശം കൊടുത്തത്. അഭിമാനത്തോടെ പറയുന്നു, രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോട്ട് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ നടപ്പിലാക്കി, ആദ്യം ഇപ്പോൾ കർണാടകത്തിൽ നടപ്പിലാക്കി. അതുപോലെ തന്നെ ഗിഗ് വർക്കേഴ്സിന്റെ പ്രശ്നം എന്താണ്? അവരൊക്കെ തന്നെ എന്താണ്? പാർട്ട്നേഴ്സാണ്. ഇവരെല്ലാം പാർട്ട്നേഴ്സാണ്. എവിടെ? യൂബറിൽ പാർട്ട്നേഴ്സാണ് ഈ പറയുന്ന ആളുകൾ. യൂബറിന്റെ വർക്കേഴ്സ് അല്ല. പാർട്ട്നേഴ്സ് ആയതുകൊണ്ട് വർക്കേഴ്സിന് കിട്ടേണ്ട ഒരു ആനുകൂല്യം ഇവർക്ക് കിട്ടുന്നില്ല. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരെ വെൽഫെയർ ബോർഡിലേക്ക് കൊണ്ടുവരിക, അവരെ വർക്കേഴ്സായി കൊണ്ടുവരിക. അതിനു വേണ്ടിയുള്ള നിയമനിർമ്മാണങ്ങളാണ് കർണാടകത്തിലും തെലങ്കാനയിലും നടത്തിയത്. കേരള സർക്കാർ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് അവർ പറയുന്നത്. ഇത്ര നാളായിട്ട് നടപ്പിലാക്കുക തൊഴിലാളി സർക്കാരല്ലേ? അപ്പോൾ ആ വിഷയങ്ങൾ കേൾക്കണ്ടേ? അപ്പോൾ ഇതുപോലെ വിവിധ തലങ്ങളിലെ വിഷയങ്ങൾ ഞങ്ങളുടെ UDFന്റെ നേതാക്കന്മാർ പലരായിട്ട് പല ഘട്ടങ്ങളിലായിട്ട് ചെയ്തുകൊണ്ടിരിക്കും.
ദിസ് നോട്ട് എ അതർ തിങ്.